നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം സംഘടിപ്പിച്ചു. കേരളത്തിന് ആവശ്യഘട്ടത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ലഭിച്ചില്ലെന്നും നമ്മുടെ നാടിന്റെ വികസനത്തിന് കൂടെ നിൽക്കേണ്ട പ്രതിപക്ഷം അതിനെ എതിർത്തുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതുക്കാട് ഫ്ലവർ മിൽ കത്തിനശിച്ചു. പുതുക്കാട് സ്വദേശി താഴത്ത് രാജന്റെ ഉടമസ്ഥതയിലുള്ള റോയസ് ഫ്ലോർ മില്ലിലാണ് തീപിടുത്തമുണ്ടായത്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കപ്പെടുന്നു. വാണിയംപാറയിൽ കടയിൽ അഗ്നിബാധ. ഹാപ്പി ചിപ്സ് എന്ന ടീ ഷോപ്പിലാണ് തീപിടിച്ചത്. അളഗപ്പ നഗർ കാവല്ലൂർ പച്ചിളിപ്പുറത്ത് കാട്ടുപന്നിക്കൂട്ടം ഇറങ്ങി പടവലം കൃഷി നശിപ്പിച്ചു. 5 ഏക്കറിലെ പടവലം കൃഷിയാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വിവിധ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനങ്ങളുടെ പാർക്കിംഗിനുള്ള നിരക്കുകൾ പരിഷ്കരിച്ചു. പ്രതിമാസ പാർക്കിംഗ് നിരക്ക് സൈക്കിളിന് 200 രൂപയും ഇരുചക്ര വാഹനത്തിന് 600 രൂപയും ആയിരിക്കും. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണൻ ഗവായ് ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം സർക്കാർ നൽകും. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ഉത്തരവ്. പഴയന്നൂർ അത്താണിപ്പറമ്പിൽ ലോറിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. അത്താണിപ്പറമ്പ് സ്വദേശി സുകുമാരൻ മകൻ 17 വയസ്സുള്ള വിജയാണ് മരിച്ചത്. കൂടൽമാണിക്യം തിരുവുത്സവത്തിന്റെ 6ാം ഉത്സവം ആഘോഷിക്കുന്നു. 17 ഗജവീരന്മാർ അണിനിരുന്ന ശീവേലിയിൽ കൊമ്പൻ ബാസ്റ്റ്യൻ വിനയസുന്ദർ സംഗമേശന്റെ തിടമ്പേറ്റി. ക്ഷേത്രോത്സവത്തിന്റെ അവസാന വിളക്കാഘോഷമായ വലിയ വിളക്ക് വെള്ളിയാഴ്ച ആഘോഷിക്കും. തിരുവില്ലാമല പറങ്ങോട്ടുകാവ് താലപ്പൊലിയുടെ ഭാഗമായി കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ശുദ്ധീകരിച്ച് പഞ്ചായത്ത്. തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളാണ് ശുചീകരണ പ്രവൃത്തികളിൽ പങ്കാളികളായത്. NCP ശരത് പാവാർ വിഭാഗം ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് പ്രവാസി മലയാളിയായ ബാബു ഫ്രാൻസിസിനെ തെരഞ്ഞെടുത്തു. ഓവർസീസ് സെല്ലിന്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ബാബു ഫ്രാൻസിസ് വേലൂർ സ്വദേശിയാണ്. ജെൻഡർ ഇക്വാലിറ്റി യൂണിവേഴ്സ് ഗെയിംസിൽ അദ്ലോ ക്ലബ് അസോസിയേഷൻ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച മിക്സഡ് അയൺ ഗെയിംസിൽ ചെമ്പുചിറ സ്വദേശിനി ദീപ ഗോപാൽ സ്വർണ്ണ മെഡൽ നേടി. 40 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കായുള്ള വെയ്റ്റ് ലിഫ്റ്റിംഗിലാണ് 1ാം സ്ഥാനം നേടിയത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിയർ ഗൈഡൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് +2 അഡ്മിഷന് മാർഗനിർദ്ദേശം നൽകുന്നതിനായി ഫോക്കസ് പോയിന്റ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ ആൻഡോ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പറൈക്കാട് കലാദീപം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന പരിശീലന ക്യാമ്പും ബാലവേദി രൂപീകരണവും നടത്തി. ചിത്രരചനാ പരിശീലനം താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ശ്രീബുദ്ധ ധർമ്മ പ്രചാരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പാട് ശ്രീബുദ്ധ ജയന്തി ആഘോഷിച്ചു. കാവുപ്പറമ്പ് ബുദ്ധവിഹാറിൽ നടന്ന ആഘോഷം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ VR രാജമോഹൻ ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് എടക്കളത്തൂർ ശിവദുർഗാ ദേവി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവം ഇന്ന് ആഘോഷിക്കും. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ശീവേലിയും ആറാട്ടുബലിയും വേലവരവും നടന്നു. കൊടുങ്ങല്ലൂർ GLP GH സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ സ്നേഹദീപം രജിത ജൂബിലി സമാപനവും വിശുദ്ധ ഗ്രന്ഥം കയ്യെഴുത്ത് പ്രതികളുടെ സമർപ്പണവും നടന്നു. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC വിജയിച്ചവർക്കായി +1 പ്രവേശനവും ഉന്നത വിദ്യാഭ്യാസവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപായി നിർമ്മാണ പ്രവൃത്തികളും അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കാൻ MLA വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ തീരുമാനം. ഈ മാസം 30-നകം എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കണമെന്ന് ഉറപ്പാക്കാൻ MLA NK അക്ബർ.
കൊച്ചി നഗരസഭ വൈറ്റില മേഖല ഓഫീസിലെ ഓഫീസറും മണ്ണുത്തി സ്വദേശിയുമായ എ സ്വപ്നയുടെ അവിഹിത സ്വത്ത് കണ്ടുകെട്ടുകയും കേസ് അന്വേഷണം CBIക്ക് വിടണമെന്നും കക്കായി മനുഷ്യാവകാശ സംഘടന ചീഫ് കോർഡിനേറ്റർ ശ്രീധരൻ തേറമ്പിൽ 2013 മുതൽ 2017 വരെ 5 വർഷം അസിസ്റ്റന്റ് എഞ്ചിനീയറായി മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ ജോലി ചെയ്ത കാലയളവിലെ സ്വപ്നയുടെ അവിഹിത സ്വത്ത് സമ്പാദ്യം കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും കക്കായി. 7ാമത് നവമലയാളി പുരസ്കാരത്തിന് കാർട്ടൂണിസ്റ്റ് EP ഉണ്ണി അർഹനായി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം വെള്ളിയാഴ്ച തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. കേരള ജ്യോതിഷ പരിഷത്തിന്റെ 53ാമത് വാർഷിക സമ്മേളനം ഈ മാസം 17-ന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കും. സമ്മേളനം ചിദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. നെല്ല് സംഭരണത്തിൽ നിലവിലുള്ള പ്രോത്സാഹന തുക 2021 മുതൽ വെട്ടിക്കുറച്ച കേരള സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൾ കർഷകർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കർഷകർക്ക് ലഭിക്കുവാനുള്ള നെല്ലിന്റെ വില ഈ മാസം 31-നുള്ളിൽ കൊടുത്തു തീർത്തില്ലെങ്കിൽ ജൂൺ മാസം ആദ്യ വാരത്തിൽ സമരം ആരംഭിക്കുമെന്ന് കോൾ കർഷകർ. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരിയെ പള്ളിയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ചേരി സ്വദേശിയായ 32 വയസ്സുള്ള ഫാദർ ലിയോ പുത്തൂരാണ് മരിച്ചത്. ചൂണ്ടൽ പഞ്ചായത്ത് പെരുമണ്ണിൽ നിർമ്മിക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ താക്കോൽ ദാനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഷെരീഫ താത്തയ്ക്ക് താക്കോൽ കൈമാറി. സ്റ്റാഫ് മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ചൂലിശ്ശേരി SM-LP സ്കൂളിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാനൊരുങ്ങി അവർണൂർ പഞ്ചായത്ത്. നിലവിലുണ്ടായിരുന്ന അധ്യാപകർ സ്കൂൾ സർക്കാരിലേക്ക് വിട്ടു നൽകിയിരുന്നു. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന്റെ ഭാഗമായുള്ള ഭൂഗർഭ ടണലിനു സമീപം കനാൽ ബണ്ട് ഇടിഞ്ഞ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടത് അപകട ഭീഷണിയായി. 10ാം വാർഡിലുള്ള മോനോടി പ്രദേശത്താണ് കനാൽ ബണ്ടിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.